ഇന്ന് ഇവിടെ നമ്മുടെ സമാജത്തിൻ്റെ മുൻ സെക്രട്ടറിയും ട്രഷററുമായിരുന്ന നമ്മെ അകാലം വിട്ടുപിരിഞ്ഞ കുമാരേട്ടൻ്റെ അനുശോചന യോഗമാണ് നമ്മൾ വിളിച്ചു കൂട്ടിയത്. പക്ഷേ നമ്മുടെ മലയാളി സുഹൃത്തുക്കളുടെ ആൾക്കാരുടെ നമ്മുടെ അംഗങ്ങളുടെ ബാഹുല്യം വളരെ കുറവ്. നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം ഇങ്ങനെയുള്ള ഒരു പരിപാടികൾക്ക് നമ്മുടെ സംഘടനയുടെ അംഗങ്ങൾ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ വിഷമം തോന്നും. അദ്ദേഹം ഒരു വലിയൊരു നമ്മുടെ സംഘടനയെ സംബന്ധിച്ചൊരു ആദ്യകാല തൊട്ടേ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്, സംഘാടകനാണ്, സെക്രട്ടറിയായിരുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടികളുടെ നടത്തിപ്പിന് വേണ്ടി ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഞാൻ നമ്മുടെ പ്രസിഡന്റിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മുടെ സംഘടനയുടെ ട്രഷറർ സുഭാഷ് ചേട്ടനെ കൂടെ ഞാൻ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഞ്ച് വർഷക്കാലം ട്രഷറും സംഘടനയുടെ സെക്രട്ടറിയുമായ കുമാരേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി ഒരു മിനിറ്റ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സംഘടനയുടെ ഉൾഗാ ബദ്ലാപൂർ മലയാളി സമാജത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. ആധികാരികമായിട്ട് നമ്മുടെ പ്രസിഡന്റ് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനോട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുമാരേട്ടൻ്റെ അനുശോചന യോഗത്തിൽ സമയത്ത് എത്തിച്ചേർന്നതിന് നന്ദി. നമ്മൾ ഭൂരിഭാഗം പേരും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അന്നു മുതൽ ഇന്ന് വരെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് താങ്ങും തണലുമായി നമ്മൾ മാറുകയും ചെയ്തു. അത് എനിക്ക് തോന്നുന്നു നമ്മളൊരു മലയാളി കൂട്ടായ്മ എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ദുഃഖകരമായ കാര്യം നമ്മൾ കൈകാര്യം ചെയ്തു എന്ന് തന്നെ പറയണം. കുമാരേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുമാരേട്ടൻ്റെ ചെറിയൊരു ചരിത്രം ഞാൻ മനസ്സിലാക്കിയത് 1947 അദ്ദേഹം ജനിച്ചത്. അത് കഴിഞ്ഞ് 22 വയസ്സാകുമ്പം, അതായത് 1969 തന്നെ അദ്ദേഹം മുംബൈയിലേക്ക് ഇങ്ങോട്ട് കുടിയേറി. നിങ്ങളിൽ പലരും വരുന്നതിനൊക്കെ ഒരുപാട് കാലം മുന്നേ അങ്ങനെ കുമാരേട്ടൻ നമ്മൾ മുംബൈയിലെത്തി. അതിനുശേഷം 1-2 വർഷം അദ്ദേഹം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തെങ്കിലും അധികം താമസിയാതെ തന്നെ 1971 അദ്ദേഹത്തിന് റെയിൽവേ ഉദ്യോഗം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ നീണ്ട ഒരു 36 വർഷം റെയിൽവേയിൽ ജോലിയായിരുന്നു അദ്ദേഹത്തിന്. പിരിയുമ്പോൾ വളരെ ഡീസൻ്റായ വളരെ നല്ലൊരു പൊസിഷനിലാണ് അദ്ദേഹം റിട്ടയർ ആയത്. അത് അദ്ദേഹത്തിന് ഏറെ സഹായകരമായി. കാരണം പല ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ചികിത്സക്കും കാര്യങ്ങൾക്കുമായി റെയിൽവേ എന്നുള്ള ആ ഒരു റെയിൽവേയിൽ ജോലി എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ഏറെ സഹായകരമായി. പലപ്പോഴും അവരുടെ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റും, ഇനി അവരുടെ ആശുപത്രിയിൽ പറ്റില്ലെങ്കിൽ തന്നെ അവർക്ക് പറ്റാവുന്ന ഏറ്റവും നല്ല ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റും ഒക്കെ കുമാരേട്ടന് ലഭിച്ചു. പക്ഷേ കുമാരേട്ടൻ അതിന് 2007 റിട്ടയർ ചെയ്തു. ഉടനെ തന്നെ, അതായത് 2008-9 2 വർഷത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തോന്നിക്കാണും എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഉടനടി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നത്. അതായത് 2008-9 കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി. അതായത് ആദ്യം 1-2 വർഷം ട്രഷററായും പിന്നെ സെക്രട്ടറിയായും, അങ്ങനെ 5 വർഷം ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്തുത്യർഹമായ ഒരു സേവനമാണ് സമാജത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം സെക്രട്ടറി സ്ഥാനം മാറിയെങ്കിലും, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് മാറിയതെങ്കിലും, പിന്നെയും 1 വർഷം വെറുതെ വീട്ടിലിരുന്നു. പക്ഷെ എന്നാലും
അങ്ങനെ ഒരു വെറുതെ ഇരിക്കുന്ന ആളായിരുന്നില്ല കുമാരേട്ടൻ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ അവിടുത്തെ സൊസൈറ്റിയുടെ സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതായത് എപ്പോഴും കർമ്മനിരതനായി ഇരിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു കുമാരേട്ടൻ. കുമാരേട്ടൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ കുറച്ചു കാലം ഞാനും കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആ ഒരു എൻ്റെ വിലയിരുത്തൽ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു പൊതുപ്രവർത്തകന് ഏറ്റവും ആവശ്യം ആയ ഒരു ക്വാളിറ്റിയാണ് കുമാരേട്ടനിൽ ഞാൻ കണ്ടത്. അതായത് കുമാരേട്ടൻ ഒരു സെക്രട്ടറിയാണ്, പക്ഷേ ആ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും ഒരിക്കലും അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഞാനാണ് ഇത് ചെയ്തത് എന്നോ അങ്ങനെ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നിസ്വാർത്ഥമായ സേവനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുമാരേട്ടനെ കണ്ട് പഠിക്കണം. അതുപോലെ ആ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ പലരിലും ഇപ്പം നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരു വേള എനിക്കൊരു പേര് വേണം അല്ലെ എൻ്റെ പേര് വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് പലപ്പോഴും സംഘടനകൾ മുന്നോട്ട് പോകാത്തത്. കാരണം എൻ്റെ പേര് വരണം, അവൻ്റെ പേര് വരാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഈഗോ ക്ലാഷ് പലപ്പോഴും വരുന്നതുകൊണ്ടാണ് പല സംഘടനകളും മുരടിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്നത്. അതുകൊണ്ട് കുമാരേട്ടനെ പോലുള്ളവരുടെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ട് ആ ഒരു രീതി പിന്തുടരണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും, നിങ്ങൾ പലരും പല കമ്മിറ്റിയിലുള്ളവരാണ്, ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയിൽ അദ്ദേഹം എന്ത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആളായിരുന്നു. അതായത് ഇപ്പം അന്നേരം ഗംഗാരാട്ടനായിരുന്നു പ്രസിഡന്റ്. ഗംഗാരാട്ടന് നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വളരെ അധികം ബോംബെയിൽ പ്രവർത്തന പരിചയമുള്ള ആളാണ്. പക്ഷേ ഗംഗാരാട്ടനോടായാലും ആരോടായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നില്ല. അത് വളരെ നിസ്തർക്കമായി അദ്ദേഹം അത് സ്ഥാപിക്കുകയും ചെയ്യും. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. അദ്ദേഹം അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുകയും ചെയ്യും. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മൾ ഒരു അലിഗേഷൻ ഒരു വ്യക്തിയെ നമ്മൾ എതിർത്തു എന്നുള്ളത് കൊണ്ട് ഇയാൾ എൻ്റെ സ്ഥിരം ശത്രുവാണ് അല്ലെങ്കിൽ ആ ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് അത് പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് പിന്നെയും സുഹൃത്തുക്കളായി മുന്നോട്ട് പോകാനും അതിനകത്ത് ഡിറ്റാച്ച് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റിയിരുന്നു. അത് ഇവരുടെ കുടുംബകാര്യത്തിൽ ഇപ്പം സമായത്തിൽ നിന്ന് മാറിയതിന് ശേഷം നോട്ടീസൊക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീട്ടിൽ പോയാൽ ഒരു 1.5 മണിക്കൂർ എങ്ങോട്ടും നോക്കണ്ട, എന്തായാലും അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടേ വിടുള്ളൂ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കുടുംബത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം മക്കളായാലും ഭാര്യ ആയാലും മരുമക്കളായാലും പിന്നെ ഞാനാണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ, ഞാൻ പറയുന്ന പോലെ നിങ്ങളൊക്കെ അനുസരിച്ചോളണം എന്നുള്ള ഒരു കാഴ്ചപ്പാടേ അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയും, ഞാൻ എൻ്റെ അഭിപ്രായം അവരോട് പറയും, അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അങ്ങനെയാണ് മിക്കവാറും ഇവർക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് അദ്ദേഹം ആ കുടുംബവും പുലർത്തിയിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു പൊതുപ്രവർത്തനത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിവ് എല്ലാ കുടുംബ ബന്ധങ്ങളിൽ പോലും ഇത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ മക്കളോടായാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ വരണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നുകൊണ്ടാണ് പല മക്കളും വഴിതെറ്റിപ്പോകുന്നതും വേറെ എവിടെയും അവർക്ക് കഴിയാവുന്ന രീതിയിൽ അവർക്ക് എത്താൻ പറ്റാത്തതും ഒക്കെ അതുകൊണ്ടാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ്. നമ്മളെ അഭിപ്രായം പറയുക, അതവർ സ്വീകരിക്കുകയോ ഇല്ലെങ്കിലും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ അല്ലെങ്കിൽ നീ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെ എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു കുമാരേട്ടനത്. നളിനിയേച്ചിയും അതുപോലെ കുമാരേട്ടനും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം കണ്ടെങ്കിൽ നമ്മൾ ഇവരിപ്പോൾ അടിയാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്നാലും അങ്ങനെയല്ല, അവർ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവരൊരുമിച്ച് വളരെ അതിപ്പം നളിനിയേച്ചിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ട മരണങ്ങളിൽ മൊത്തം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ത്രീ വ്യക്തിത്വം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സ്ട്രോങ് ആയ നളിനിയേച്ചിനെ നമസ്കരിക്കണം നമ്മൾ. കാരണം ഭർത്താവിൻ്റെ ശേഷക്രിയകൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ വേണമെന്ന് ആ ഭർത്താവ് മരിച്ച വേളയിൽ എന്നോട് ഓരോ സ്റ്റെപ്പ് വെച്ച് അവർ പറയായിരുന്നു. അതിന് മാത്രം ധൈര്യം, അതായത് ആ ഒരു വിഷമ അവസ്ഥ പോലും തരണം ചെയ്യാനുള്ള മനോധൈര്യം നളിനിയേച്ചിക്ക് ഒരുപാടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുശേഷം ആ വ്യക്തിയുടെ അഭാവം ചേച്ചി ഇപ്പോൾ കൂടുതൽ വിഷമത്തിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അപ്പോൾ പോലും അവർ റിയലൈസ് ചെയ്തിരുന്നില്ല ഈ വ്യക്തി എന്നെ വിട്ട് പോയി എന്നുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പം ഇന്ദിരേച്ചി അവരുടെ അയലക്കത്താണ് താമസിക്കുന്നത്. ഇപ്പം ചേച്ചി വെറുതെ ഇരിക്കുമ്പോൾ കരിയും, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ. കാരണം നമ്മൾ ആ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കുക, ഇടയ്ക്കിടയ്ക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം ചേച്ചി ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ശ്രീത്തങ്ങ് പോയി. അപ്പോൾ നമുക്കൊരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ
കുമാരേട്ടനെയും കുമാരേട്ടൻ്റെ കുടുംബത്തിനെയും ശ്രേയസിനെയും ഇവരുടെ കുടുംബത്തിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ സാമൂഹിക പ്രവർത്തനം, നമ്മുടെ ജീവിതം ഒക്കെ തന്നെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമാപിക്കും. കുമാരേട്ടനെ പറ്റി രണ്ടുപേരും പറഞ്ഞു. അത് എല്ലാം അതിലെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ, അദ്ദേഹം നല്ല സഹപ്രവർത്തനമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും ഒരു ഉപദേഷ്ടാവും പ്രവർത്തിക്കാൻ കോർപ്പറേഷനുള്ള ആളുമായിരുന്നു. ഇപ്പോൾ ഒരു ഫിലോസഫറുമായിരുന്നു. എന്നോട് കുമാരേട്ടൻ പറഞ്ഞു, വയസ്സുകാലത്ത് പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ജീവി മനുഷ്യനാണ്. അതിപ്പോൾ ഞാൻ ഓർക്കുന്നു, പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ജീവി മനുഷ്യൻ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ കാലത്ത്. അതെത്ര ശരിയായ കാര്യമാണ്. ഫിലോസഫറായിരുന്നു, പുരാണം പറയുമായിരുന്നു, ജോലി എല്ലാം നല്ല സഹകരണമായിരുന്നു. അറിയില്ലാത്ത പറയും തെറ്റാന്ന് സമ്മതിക്കും. റിട്ടയർ ആയ സമയത്താണ് പറഞ്ഞത്, ഞാൻ സമാജത്തിൽ വരാം, റിട്ടയർ ആവട്ടെ, അടുത്ത വർഷം റിട്ടയർ ആവും, എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ഗംഗാരേട്ടനെ കിട്ടുന്ന പറയുമ്പോൾ പറയും റിട്ടയർ ആയി കഴിഞ്ഞ് ജോയിൻ ചെയ്യുക. അതിനു മുമ്പ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരു ഡയറക്ടറേക്ക് ഉണ്ടാക്കിയ സമയത്ത് കുമാരേട്ടൻ ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിലൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്, സമാജത്തിൽ വരുന്നതിന് മുമ്പ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഇവിടെ സ്കൂളിൻ്റെ പ്രശ്നം ഉണ്ടായ സമാജത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ സമയത്ത് കുമാരേട്ടനായിരുന്നു സെക്രട്ടറി. വളരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു. ആ സമയത്ത് ആൾക്കാർക്ക് മുഴുവൻ തലവേദന ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സമാജത്തിൽ. അന്ന് അതെല്ലാം സോൾവ് ചെയ്ത് കുമാരേട്ടൻ സെക്രട്ടറി ആയിരുന്നു. ലെറ്റർ എഴുതാനും ഡ്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല കഴിവായിരുന്നു. ആൾക്കാർക്ക് നോട്ടീസ് കൊടുക്കാനും പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് നോട്ടീസ് കൊടുക്കാനൊക്കെ നല്ല കഴിവായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അദ്ദേഹം ട്രഷറായിരുന്നു, ആ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അദ്ദേഹം സെക്രട്ടറി ആയി, ഞാൻ ട്രഷറായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം ട്രഷറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ പുള്ളിക്ക് അസുഖത്തിൻ്റെ കാര്യം കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയി, പറ്റില്ലാതെ പോയി, അസുഖങ്ങളൊക്കെ വന്നു. അല്ലെങ്കിൽ സമാജമായിട്ട് പോയി കോർപ്പറേഷനായിരുന്നു. മാസവരിയൊക്കെ കൃത്യം തരുമായിരുന്നു, വെൽഫെയർ ഫണ്ട് എന്തായാലും ചോദിക്കാൻ ചെറുത്ത് എത്ര ബാക്കിയുണ്ടെന്ന്. അതെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിയായിരുന്നു. ഫാമിലിക്കൊക്കെ ഒരു ധൈര്യം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ശ്രീകുമാരേട്ടൻ ഞാൻ ആദ്യം മുതലേ അറിയായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ അടുത്തല്ലേ താമസിക്കാൻ വന്നത്. അപ്പം അത് കാരണം ഒരു വീട് പോലെ ഞങ്ങൾ അത്രയും നല്ല ടേംസിലായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് ആയിപ്പോയി. അതിൽ ഭയങ്കര സങ്കടമുണ്ട്. നമ്മളൊരു വീടിന്റെ കാരണവർ നഷ്ടപ്പെട്ട ഒരവസ്ഥ. പക്ഷെ എപ്പോഴും നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാനും, നമ്മുടെ അച്ഛനൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു അച്ഛനെ പോലെ ഒക്കെ കണ്ട് അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുഃഖകരമായ ഒരു നിമിഷമാണ് ഇത്. പിന്നെ ശ്രീകുമാരേട്ടൻ എൻ്റെ ഒരു ചേട്ടനെ പോലെയായിരുന്നു, ഒരു ജ്യേഷ്ഠനെ, മൂത്ത ജ്യേഷ്ഠനെ പോലെയായിരുന്നു. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ സങ്കടം വരും, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറയാൻ മടിക്കുന്നത്. പിന്നെ അദ്ദേഹം പ്രത്യേകിച്ച് പറയാൻ, എപ്പോൾ കണ്ടാലും ചിരിച്ചൊരു മുഖത്തോടു കൂടി അല്ലാതെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ഏതൊരു സമയത്താണെങ്കിലും നല്ല സന്തോഷവാനായിട്ട് ചിരിച്ച് ഒരു മുഖമായിരിക്കും. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം റെയിൽവേ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ചിക്കൻ ഗുനിയ വന്നിട്ട് റെയിൽവേ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് വളരെ സീരിയസ് ആയിരുന്നു. ചിക്കൻ ഗുനിയ വന്ന് ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് കുറഞ്ഞില്ല. അപ്പോൾ റെയിൽവേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ ചേട്ടൻ അവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, എവിടെയാണ് ജോലി എന്നൊന്നും എനിക്കറിയില്ല. റെയിൽവേയിലാണെന്ന് അറിയാം, പക്ഷെ എവിടെയാണെന്ന് നമുക്ക് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ പോയപ്പോൾ ശ്രീകുമാരേട്ടൻ ഇരിക്കുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു, ജോലി ചെയ്യുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പം ഏത് ഡോക്ടറെ കാണണം, ഇതൊന്നും നമ്മളവിടെ പോവാറില്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ, എൻ്റെ ഭർത്താവ് അധികം ആൾക്കാരോടൊന്നും സംസാരിക്കില്ല, പക്ഷെ ശ്രീകുമാരേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്തേക്ക് കയറിപ്പോയി ചേട്ടൻ.
അപ്പം എന്നിട്ട് പറഞ്ഞു ചോദിച്ചു അവിടെ അല്ല ഇവിടെയാ പോകണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് പറ്റി? നമ്മൾ ചികുഞ്ഞു അയ്യോ അപ്പം പിന്നെ ഇത് വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് ഈ ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ അതും കേൾക്കാതെ മറ്റേ ഡോക്ടറത്തേക്ക് പോയി. അപ്പം പെട്ടെന്ന് ഈ ചേട്ടൻ ദേഷ്യം വന്നു. കാരണം എൻ്റെ അസുഖത്തിൻ്റെ സ്ഥിതി കണ്ടിട്ട് ശ്രീകുമാരേട്ടന് ദേഷ്യം വന്നു. ചേട്ടനടുത്ത് ചൂടായെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ നല്ല ഇതാണ്, ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ട് ചേട്ടനറിയാം. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ ഒരു അത്യാവശ്യ സമയത്ത് ചേട്ടൻ എങ്ങനെയാണത് എടുക്കുന്നതെന്നുള്ളത്. പിന്നെ ചേട്ടൻ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൂടെ വന്നു. ചേട്ടൻ പുറകോട്ട് മാറി നിന്നിട്ട് ചേട്ടനാണ് പിന്നെ സംസാരിച്ചത്. റെയിൽവേയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് അതിന് വേണ്ട നല്ല ട്രീറ്റ്മെൻറ്റും പെട്ടെന്നൊരു ഒരാളുടെ പരിചയത്തിലാവുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, അങ്ങനെ ഒരു അനുഭവം ഉണ്ട് നമുക്ക്. അതൊന്ന് അന്ന് മുതലാണ് കൂടുതൽ ചേട്ടനോട്. പിന്നെ ചേട്ടൻ ഈ വാട്സപ്പിൽ എപ്പോഴും കണ്ടിന്യൂ ഇങ്ങനെ നമുക്ക് അന്ന് മുതൽ എനിക്ക് ഗുഡ് മോർണിംഗ് ഇടാനും ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ അയക്കാനൊക്കെ തുടങ്ങി. പിന്നെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. നളിനീച്ചയായിട്ട് കൂടുതൽ പരിചയം ഉണ്ടെങ്കിലും ചേട്ടനായിട്ട് അധികം സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ അത് മനസ്സിലൊരു എന്താ പറയുക, ഈ പറഞ്ഞ ചേട്ടനോടുള്ള ബഹുമാനവും ഒരു സ്നേഹവും ആദരവും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിപ്പോയി. നളിനീച്ചയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ദൂരെയാണ്, ചേച്ചി ഒറ്റയ്ക്കായി, നമുക്കെപ്പോഴും പോകാനൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. വേറെ ഒന്നുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ അകാല മരണത്തിൽ വളരെ വിഷമമുണ്ട്. കണ്ണീർ പ്രണാമം അത്ര പറയാനുണ്ട്. ഞാൻ ശ്രീകുമാറിനെ വിളിക്കാനാണ്. നല്ല സ്വഭാവമായിരുന്നു. ഞങ്ങളുടെ വർത്തമാനം പറയും. എന്താ വർത്തമാനം പറയാ? ഭാഗവതം, രാമായണം, ശാസ്ത്രം, വേദം ഇതൊക്കെ പറയാൻ കാണും. പിന്നെ എല്ലാ ദിവസവും വാട്സപ്പ് എന്തൊക്കെ നല്ല നല്ല മെസ്സേജ് വരും, നല്ല നല്ല ഇതൊക്കെ ഇടാറുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് വിചാരിച്ചില്ല. അസുഖമുണ്ട് എനിക്കറിയായിരുന്നു. ഒരു 2 സ്റ്റെപ്പ് കണ്ടാൽ ശ്വാസം മുട്ടുകയായിരുന്നു. അങ്ങനെ വിചാരിച്ചു. വെറുതെ പറയാനല്ലേ. ടീച്ചറെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഒരാളുക എന്തെങ്കിലും നിങ്ങൾക്കുള്ള അനുഭവം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അവസാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചാണ്. നമ്മുടെ പ്രസിഡന്റ് അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റുമായ വെങ്ങാരേട്ടൻ സംസാരിക്കുന്നത്. ആദ്യമായി ശ്രീകുമാരൻ ചേട്ടൻ നമ്മളിൽ നിന്ന് വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം അദ്ദേഹം നിശബ്ദമായിട്ട് ആരെയും ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയാതെ സ്വന്തം കഴിവ് എന്നുവെച്ചാൽ ആത്മീയമായിട്ടും നല്ല ഒരു അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏത് കാര്യത്തിലും സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഉപദേശം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. അതുപോലെ ചേച്ചിയും അഥവാ പണ്ടേ അന്വേഷിക്കും, വീട്ടിലാരും ഇല്ലേ, അല്ല ഓണാന്നേ വിഷുവാണ്, വീട്ടിലൊന്നും ആഹാരം കഴിച്ചോ, വീട്ടിലാരും ഇല്ലേ, വീട്ടിൽ എല്ലാവരും നാട്ടിലല്ലേ. അത് അതിനൊരു സൗഹൃദ ബന്ധം എപ്പോഴും അന്നും ഇന്നും ഉണ്ടായിരുന്നു. പക്ഷേ വയസ്സായി ആരെയും വിഷമിപ്പിക്കാതെ മക്കളെയോ ആർക്കും അദ്ദേഹത്തെ പറ്റി മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ സഹായം അല്ലാതെ മക്കളുടെ അതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സഹായവും സാമ്പത്തികമായിട്ടോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യം വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് പെട്ടെന്ന് ശ്രേയസിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വന്ന് രാത്രി ഉറങ്ങി രാവിലെ പെട്ടെന്നുള്ള ഒരു നിര്യാണമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ സമാജത്തിൻ്റെ കാര്യത്തിലും പല പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു, പോരട്ടാ നിങ്ങൾ വീട്ടിൽ നമ്മുടെ സമാജത്തിന് വേണ്ടി കുറച്ച് പ്രവർത്തിക്കണം. അന്നേരം ജോലി ചെയ്യുന്ന സമയമായിരുന്നു തോന്നുന്നത്. നാഷണൽ സെക്രട്ടേറിയറ്റ് വന്നു. ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി നിസ്വാർത്ഥമായി ആരുടെ പക്ഷപാതമില്ലാതെ ഒരാൾക്കും നിഷ്പക്ഷമായും നിഷ്കളങ്കമായും ചിലച്ച് യാതൊരു കളങ്കവും ഇല്ല. ഒരു മറ്റുള്ളവരെ പറ്റി ഒരു കുറ്റം പറയുന്ന ഒരു സ്വഭാവം അങ്ങനെ ഒരു ഇതുമില്ല. അങ്ങനെ സമാജത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ നന്നായി പ്രവർത്തിച്ചു. പിന്നെ ഒരു സമയത്ത് കുറേ ഇവിടെ കോംപ്ലിക്കേഷൻ വന്നു സമാജത്തിൻ്റെ. ഇത് ഞാൻ ബോംബെയിൽ വന്നപ്പോഴേ എനിക്കുള്ളൊരു ആഗ്രഹം ഒരു വീട് ഒരു കട സ്വന്തമായിട്ട് വേണം. ഇടയ്ക്കിടയ്ക്ക്
റൂം മാറുന്ന പരിപാടി, വാടകയ്ക്ക് എടുക്കുന്ന പരിപാടി. അങ്ങനെയാണ് 86 എടുത്ത റൂമായിരുന്നു. 86 1986 ഞാൻ ഈ വീട് എടുക്കുന്നത്. അതിനുശേഷം 2002 തോന്നുന്നു പിന്നെ സമാജം 1999 2002 നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ പിന്നെ സമാജത്തിന്റെ അല്ലേ 1999 രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ താമസിക്കുമ്പോൾ അവിടെ ഓഫീസിന് എൻ്റെ വീട്ടിൽ വെച്ച് പിന്നെ മീറ്റിംഗ് ഒക്കെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ താഴെയുള്ള ഓഫീസിൽ വെച്ചിരിക്കും. പിന്നെ നമ്മുടെ മലയാളികളല്ലേ, 1-2 പേര് കുറച്ച് കുതന്ത്രന്മാരുണ്ട്. നല്ല പ്രവൃത്തി ചെയ്യുന്നവരെയും പിന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെയും തിരിച്ച് നമ്മുടെ സമാജത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും. ആ സമയത്തൊക്കെ രാത്രി 1 മണി വരേക്കും പിന്നെ മീറ്റിംഗ് എല്ലാവരും വരും. 21 മെമ്പറുകളെ അതിൽ ആരെങ്കിലും ഒരാളും കൂടെ കൂട്ടിയിട്ടും വരും. ഇത് സമാജത്തിന്റെ പൈസ കൊണ്ടാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയത്, അത് സമാജത്തിന് വേണം. അങ്ങനെ ഒരു അപ്പൊ ആ സമയത്തൊക്കെ കുമാരേട്ടൻ എനിക്ക് വളരെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ എല്ലാവരും കൂടെ കുമാരേട്ടൻ രാജിവെക്കണം എന്ന് പറഞ്ഞു. കുമാരേട്ടൻ രാജിവെക്കണം. വളരെ ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കാം, എനിക്കിപ്പോൾ സ്ഥാനമാനത്തിന് വേണ്ടി എന്നുള്ള ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ രാജിവെക്കത്തില്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ജ്യേഷ്ഠനെ പോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ വളരെയധികം ഉപദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ചേച്ചി കുമാരേട്ടൻ മാത്രമല്ല, ചേച്ചിയും എപ്പോഴും വീട്ടിൽ പോയി കഴിഞ്ഞാലും നല്ല നല്ല ഉപദേശങ്ങൾ. ഇപ്പം ചേച്ചി നിന്നുണ്ട്, കുമാരേട്ടൻ മാത്രമേ പോയിട്ടില്ല. അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ മക്കളും എല്ലാവരും നല്ല നല്ല നിലയിലാണ്. നമ്മൾ എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് വിട്ടുപോയ വലിയ പ്രയാസം തോന്നും. ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. പിന്നെ സമയത്തിന് ആരും വിഷമിപ്പിക്കാതെ, അദ്ദേഹം ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയിരുന്നൊരു സന്തോഷം. നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടും. പിന്നെ നമ്മുടെ സ്വാമി എപ്പോഴും പറയായിരുന്നു, മരിച്ചു പോയാൽ അദ്ദേഹം ഈശ്വരനായി മാറുകയാണ്. അപ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, ചിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് നമ്മളൊരു ഭഗവാൻ, ഇപ്പം നമ്മുടെ കല്ലിനെ ഭഗവാനാക്കി മാറ്റുന്നു. ആ കല്ലിനെ നമ്മൾ പ്രവർത്തിക്കും, കല്ലിനെ പ്രതിഷ്ഠിച്ച് അതിനെ ഭഗവാനാക്കി നമ്മൾ പൂജ ചെയ്യുന്നു. അതുപോലെ അച്ഛൻ മരിച്ചാലും നമ്മുടെ കൂട്ടുകാരൻ മരിച്ചാലും അദ്ദേഹം ഇപ്പോൾ ഒരു ഭഗവാനാണ്. ആ ഭഗവാനായ കുമാരേട്ടൻ നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയല്ല, അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയുന്നത് ഒരു ഭഗവാനായിട്ട് നമ്മൾ അനുഗ്രഹിക്കും എന്നുള്ള ശുഭവിശ്വാസത്തിൽ ഞാൻ 2 വാക്ക് നിർത്തുന്നു. ആദ്യമായി ഞാൻ എൻ്റെ അച്ഛനെ പറ്റി പറയാം. എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നോ, അല്ലെങ്കിൽ കാരണം എനിക്ക് മാത്രമായിട്ടല്ല പലവർക്കായിട്ടും എൻ്റെ പേഴ്സണൽ ലൈഫിൽ പോലും അത് ഒത്തിരി ബാക്ക് ബോൺ ആയിരുന്നു അച്ഛൻ. മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അച്ഛനെ പറ്റാവുന്നൊക്കെ അച്ഛൻ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് കൊച്ചിലെ പോലെ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. ചേട്ടൻ പോലും ഒരു 18 വയസ്സിൽ ഞങ്ങളെ ജോലിക്ക് സംബന്ധിച്ച് വെളിയിൽ പോയ ആളാണ്. പക്ഷെ ഇന്ന് വരെ ഈ ജൂൺ വരെ ഞാൻ ഇവിടുന്ന് താനെ പോകുന്ന വരെ ഐ വാസ് ദെയർ വിത്ത് ഹിം. ഒരു 40 വർഷത്തിന് അടുത്ത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ അച്ഛൻ്റെ കൂട്ടി ഇരുന്ന ആളാണ്, അല്ലെങ്കിൽ കൂടുതൽ മിംഗ്ലിങ് ചെയ്ത ആളായിരുന്നു. അച്ഛന് അറിയാവുന്ന ഒക്കെ കാര്യങ്ങൾ എല്ലാം അറിയില്ലെങ്കിലും അറിയാവുന്ന ഒക്കെ അച്ഛന് പല രീതിയിലും പല ഇതിനകത്തും, അത് മെഡിസിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഒരു മേഖല ആയിക്കോട്ടെ, എന്ത് സബ്ജക്ട്സ് എടുത്താലും